കേരളത്തിൽ ലഹരിമരുന്നിന്റെ ഇടപാടുകളൊക്കെ ഇങ്ങനെ വർദ്ധിക്കുമ്പോഴും നോക്കുകുത്തിയാവുന്നത് എക്സൈസിന്റെ സൈബർ വിങ് ആണ്. പരിമിതികളിൽ വിരുപ്പ് മുട്ടിയാണ് സൈബർ വിങ്ങിന്റെ പ്രവർത്തനം. പ്രതികളെ ട്രേസ് ചെയ്യാൻ പോലും ആകുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള ലഹരി വിൽപ്പന തടയാനും സംവിധാനങ്ങളില്ല. എക്സൈസിനെ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയായി കേന്ദ്ര സർക്കാർ അംഗീകരിക്കാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. അഷ്കർ കരിമ്പ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ കരിമ്പ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. നേരത്തെ അലി അക്ബർ ഷാ പുറത്തുവിട്ട റിപ്പോർട്ട് ഈ ആപ്ലിക്കേഷനുകൾ വഴിയാണ് ഈ നർക്കോട്ടിക് സംഘങ്ങൾ, ലഹരിക്കടത്ത് സംഘങ്ങൾ അവരുടെ ആശയവിനിമയം നടത്തുന്നതെന്നാണ്. ഇവരെ ഒന്ന് ട്രേസ് ചെയ്യാനോ ഇവരുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനോ എക്സൈസിന് എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? നിലവിൽ എക്സൈസിന്റെ സൈബർ വിങ്ങിന്റെ അവസ്ഥ എന്താണ് അഷ്കർ? അരുൺ, ഒരു യുദ്ധക്കളത്തിലേക്ക് ആയുധങ്ങളൊന്നുമില്ലാതെ ഒരു ഭടനെ യുദ്ധത്തിന് വിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അതേ അവസ്ഥയിലാണ് സംസ്ഥാനത്തെ എക്സൈസിന്റെ സൈബർ വിങ് എന്നുള്ളതാണ്. ഒരു ആയുധങ്ങളും ഇല്ലാതെയാണ് ഈ സൈബർ വിങ് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്നത്. സ്വാഭാവികമായും അത് പരാജയപ്പെടുന്ന രീതിയിലേക്ക് പലപ്പോഴും പോകുന്നു. അല്ലെങ്കിൽ പരിമിതികളിൽ നിന്ന് ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തേണ്ട അവസ്ഥയിലാണ് സൈബർ വിങ് ഉള്ളത്. ഉദാഹരണത്തിന് ഓരോ ജില്ലകളിലുമുള്ള ഈ എക്സൈസിന്റെ സൈബർ വിങ്ങിൽ പ്രവർത്തിക്കുന്നത് വെറും 2 ഉദ്യോഗസ്ഥർ മാത്രമാണ്. പ്രത്യേകിച്ച് ദിവസവും 100 കണക്കിന് കേസുകൾ സംസ്ഥാനത്ത് ഈ സൈബർ വിങ്ങുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ സൈബർ ഇടങ്ങളുമായി ബന്ധപ്പെട്ട് ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ വെറും 2 ഉദ്യോഗസ്ഥർ മാത്രം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സൈബർ ഇടങ്ങളിലെ കേസുകൾ കണ്ടെത്തുന്നതിന് ആവശ്യമായ ഒരു സംവിധാനങ്ങളുമില്ല, ഒരു മോണിറ്ററിംഗ് സംവിധാനങ്ങളുമില്ല. ഒരു പ്രതിയെ ട്രേസ് ചെയ്യാൻ അവരെ ടവർ ലൊക്കേഷനുകൾ എടുക്കാനോ ഇല്ലെങ്കിൽ ഇത്തരത്തിൽ നേരത്തെ അലി അക്ബർ റിപ്പോർട്ട് ചെയ്തതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളുള്ള ഇടപാടുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയോ ഇല്ലെങ്കിൽ പ്രതികൾ തമ്മിൽ നടത്തുന്ന ഇതിൻ്റെ ഉറവിടത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള CDRകളോ ഇതൊന്നും തന്നെ എക്സൈസിൻ്റെ സൈബർ വിങ്ങിൽ ലഭിക്കില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിലവിൽ ഈ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഒരു നോഡൽ ഓഫീസർ വഴി ഇത്തരത്തിൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ആ ഏജൻസി ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അംഗീകാരം നൽകണം. നിലവിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എക്സൈസിന് അത്തരത്തിൽ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയായി അംഗീകാരം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സംവിധാനവും സൈബർ ഇടങ്ങളിൽ നിന്നും ഈ എക്സൈസിന് ലഭിക്കുന്നില്ല, ലഹരിയെ തടയാൻ കഴിയുന്നില്ല. മാത്രമല്ല, ഇനി ഇപ്പോൾ എക്സൈസ് പ്രവർത്തിക്കുന്നത് പോലീസിനെ ആശ്രയിച്ചാണ്. അതിൻ്റെ രീതി എന്ന് പറയുന്നത്, ഇത്തരത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ഇതിൻ്റെ റിപ്പോർട്ട് നൽകണം. അത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറണം. ആ ജില്ലാ പോലീസ് മേധാവി പോലീസിൻ്റെ സൈബർ വിഭാഗം ഉപയോഗിച്ച് ആ വിവരങ്ങൾ ശേഖരിച്ച് തിരിച്ച് എക്സൈസിലേക്ക് എത്തുമ്പോഴും ചിലപ്പോൾ ദിവസങ്ങളും മാസങ്ങളും പിന്നിടുന്നു. അതത് സമയങ്ങളിൽ കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എക്സൈസിനെ എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതേപോലെ നൂലാമാലകളൊക്കെ കടന്ന എക്സൈസിന്റെ വിഭാഗം സൈബർ വിവരം ട്രേസ് ചെയ്ത് വരുമ്പോഴേക്കും ഇവിടെ വിൽപ്പനയും നടത്തി കാശ് വാങ്ങിച്ച് ഈ പറയുന്ന ലഹരിക്കടത്തുകാർ നാട് വിട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്.